بسم الله الرحمن الرحيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ കിതാബ് തൗഹീദിൽ ബാബു മാ ജാഅ ഫി ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ജനാബ തൗഹീദ് വസദ്ദിഹി കുല്ല ത്വരീഖി യൂസിലു ഇല ശിർക്ക്. ഈ അധ്യായമാണ് വിശദീകരിക്കുന്നത്. ബാബു മാ ജാഅ ഫി ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബ തൗഹീദ്. തൗഹീദിൻ്റെ ഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ച വിഷയത്തിൽ വന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. വസദ്ദിഹി കുല്ല ത്വരീഖിൻ യൂസില ഇല ശിർക്ക്. ഷിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായം. അധ്യായത്തിൻ്റെ ഹെഡിങ്ങിൽ ബാബു മാ ജാഅ ഫി ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുസ്തഫ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണമാണ്. അൽ മുസ്തഫ അതിൻ്റെ അർത്ഥം അൽ മുഖ്താർ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നുള്ളതാണ്.
ഹിമായത്തിൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ ഹിമായത്തി മുഹമ്മദിനിൽ മുസ്തഫ എന്നാൽ അൽ മുഖ്താർ അൽ മുസ്തഫ എന്നുള്ള വിശേഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിൽ നിന്നാണ്. അതായത് സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ ഇന്നല്ലാഹ അസ്തഫ കിനാനത മിൻ വലദി ഇസ്മാഈൽ വമിൻ കിനാന വസ്തഫ ഖുറൈശ മിൻ കിനാന വസ്തഫ ബനി ഹാഷിം മിൻ ഖുറൈശ് വസ്തഫാനി മിൻ ബനി ഹാഷിം ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്ന് അല്ലാഹു കിനാനയെയും, കിനാനയിൽ നിന്ന് അല്ലാഹു ഖുറൈശിനെയും, ഖുറൈശിൽ നിന്ന് അല്ലാഹു ബനു ഹാഷിമിനെയും, ബനു ഹാഷിമിൽ നിന്ന് അല്ലാഹു ഇസ്തഫാനി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠനായ തിരുനബിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മുസ്തഫ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, അൽ മുഖ്താർ എന്നുള്ള അതേ അർത്ഥത്തിൽ. ഹൽ തത്ലബൂന മിനൽ മുഖ്താരി മുഅ്ജിസതൻ കഫാഉ ശഅബൻ മിനൽ അജ്ദാസി അഹ്യാഹു. കവി പറഞ്ഞില്ലേ, ഹൽ തത്ലബൂന മിനൽ മുഖ്താർ, മുഖ്താറായ നബിയിൽ നിന്ന് നിങ്ങൾ വല്ല മുഅ്ജിസത്തും അന്വേഷിക്കുന്നു. അൽ തത്ലബൂന മിനൽ മുഖ്താരി മുഅ്ജിസതൻ കഫാ ശഅബൻ മിനൽ അജ്ദാസി അഹ്യാഉ. അജ്ദാസായ എന്ന ജീവനറ്റ് കിടന്നിരുന്നതായ ജനതയെ മുഹമ്മദ് നബി ജീവിപ്പിച്ചു, ആത്മീയമായി അവരെ നന്നാക്കി വളർത്തി ജീവിപ്പിച്ചു എന്നുള്ളത് മതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖ്താറായ തിരുനബിക്കുള്ള മുഅ്ജിസത്തായി എന്ന് പറഞ്ഞു. അവിടെ മുഖ്താർ എന്ന് പറഞ്ഞു, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വിശേഷണമാണ്. അതേപോലെ അൽ മുസ്തഫ എന്നുള്ള വിശേഷണവും. അപ്പോൾ മുസ്തഫയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ ജനാബിനെ, തൗഹീദിൻ്റെ ഭാഗത്തെ സംരക്ഷിച്ച വിഷയത്തിൽ വന്ന ചില തെളിവുകൾ. അതുപോലെ വസദ്ദിഹി കുല്ല ത്വരീഖിൻ യൂസിലു ഇല ഷിർക്ക്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം. ഈ അധ്യായത്തിൽ വിശുദ്ധ ഖുർആനിൽ 2 ആയത്തും 2 അസറുകളുമാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. ആയത്ത് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഷെയ്ഖ് പറയുന്നു, വഖൗലില്ലാഹി തആല, അല്ലെങ്കിൽ വഖൗലുല്ലാഹി തആല, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽത് വഹുവ റബ്ബുൽ അർശിൽ അദീം. തൗഹീദിന്റെ ഭാഗത്തെ തിരുനബി സംരക്ഷിച്ചു, ഷിർക്കിലേക്കുള്ള വഴികളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടച്ചു എന്ന അധ്യായത്തിന് താഴെ ഈ ആയത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടം എന്താണ്? അധ്യായത്തിൻ്റെ ഭാഗത്തെ എങ്ങനെയാണ് ഇതറിയിക്കുന്നത്? ആയത്തിൻ്റെ അർത്ഥം ലഖദ് ജാഅകും, ലഖദ് ജാഅകും എന്ന് പറഞ്ഞാൽ ലാമു ഉൽ ഖസം, വല്ലാഹി ലഖദ് ജാഅകും എന്ന അർത്ഥത്തിൽ. ഖദ് എന്നുള്ളത് തൗക്കീദിന് വേണ്ടിയാണ്, തീർച്ചയായും എന്ന അർത്ഥത്തിൽ. കാരണം ജാഅ എന്ന ഫിഉൽ മാദിക്ക് മുമ്പിലാണ് ഖദ് എന്ന അദാത്ത് വന്നത്. അപ്പോൾ തൗക്കീദിനെയാണ് അറിയിക്കുന്നത്. ലഖദ് ജാഅകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നുള്ള റസൂൽ. അവിടെ നിങ്ങളിൽ നിന്നുള്ള മിൻ അൻഫുസികും എന്നുള്ളതിൽ 2 ഖിറാഅത്തുണ്ട്. ഒന്ന് മിൻ അൻഫുസികും, അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം, റസൂൽ മിൻ അൻഫുസികും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം, അതാണ് റസൂൽ. അങ്ങനെയുള്ള റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ മിൻ അൻഫുസികും, അപ്പോൾ നിങ്ങളിൽ തന്നെയുള്ള റസൂൽ, മലക്കല്ല, പിന്നെയോ നിങ്ങളിൽ തന്നെയുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു എന്നാണ്. അവിടെ നിങ്ങളിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ 2 തരം തഫ്സീർ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നിങ്ങളിൽ നിന്ന് പറഞ്ഞാൽ മനുഷ്യകുലം, മനുഷ്യർ, അവരിൽ നിന്നുള്ള റസൂൽ. ചിലർ പറഞ്ഞത്
നിങ്ങളിൽ നിന്ന് പറഞ്ഞാൽ അറബികളിൽ നിന്ന് അവർക്ക് സുപരിചിതനായ, അവർക്കറിഞ്ഞിരുന്ന, അവർക്കിടയിലുണ്ടായിരുന്ന ഒരു റസൂൽ വന്നിരിക്കുന്നു. ഏതായാലും ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നുള്ള ശ്രേഷ്ഠനായ ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, തീർച്ച. അസീസുൻ അലൈഹി മാ അനിത്തും, അസീസുൻ അലൈഹി, അസീസുൻ എന്ന് പറഞ്ഞാൽ ഷാഖുൻ അല്ലെങ്കിൽ സഅബുൻ, പ്രയാസമാണ്. അലൈഹി, ആ പ്രവാചകന്, ആ തിരുനബിക്ക്, മാ അനിത്തും, നിങ്ങൾക്ക് ഷാഖായത്, പ്രയാസകരമായത്. അപ്പം നിങ്ങൾക്ക് പ്രയാസകരമാകുന്നത്, ബുദ്ധിമുട്ടാകുന്നത്, പ്രയാസമാകുന്ന ഒരു പ്രവാചകൻ, റസൂൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വന്നിരിക്കുന്നു. ഹരീസുൻ അലൈക്കും, ഹരീസുൻ, ആ പ്രവാചകൻ ആഗ്രഹമുള്ളവനാണ്, അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ, റഊഫുൻ റഹീമുൻ, ആർദ്രതയും കാരുണ്യവുമുള്ള റസൂലാകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ക്ലേശകരമാകുന്ന നിങ്ങളുടെ കാര്യത്തിൽ ഏറെ തൽപരനായ, മുഅ്മിനീങ്ങളോട് റഅഫത്തും റഹ്മത്തുമുള്ള റസൂൽ. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമാകുന്നു അർ റഊഫ് അർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് രണ്ട് നാമങ്ങൾ വിശേഷണമായി അള്ളാഹു അവതരിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. ഫഇൻ തവല്ലൗ, അവർ പിന്തിരിയുകയാണെങ്കിൽ, ഫഖുൽ, അപ്പോൾ താങ്കൾ പറയുക, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധന അർഹിക്കുന്നവൻ ആ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അലൈഹി തവക്കൽതു, അവൻ്റെ മേൽ മാത്രം ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അദീം, വഹുവ, ആ അല്ലാഹു, റബ്ബുൽ അർശ്, അർഷിൻ്റെ റബ്ബാകുന്നു, അൽ അദീം, മഹത്തായ അർഷ്. അപ്പം മഹത്തായ അർഷിൻ്റെ റബ്ബാകുന്നു അവൻ, അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിൽ മാത്രം, അലൈഹി തവക്കൽതു, ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന, ആരാധനായിട്ട് മറ്റാരുമില്ല. ഇത് പ്രഖ്യാപിക്കാൻ പറയണേ. ഇവിടെ ഈ ആയത്ത് എന്തിനാണ് ഈ അധ്യായത്തിന് കീഴെ കൊണ്ടുവന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ കാവലാളാണ്, ഷിർക്കിലേക്കുള്ള വഴികൾ അടക്കുന്നവനാണ് എന്നുള്ളത് അറിയിക്കാനാണ്. ആ ഭാഗം, ആ ആശയം ഇവിടെ ആയത്തിൽ എവിടുന്നാണ് ലഭിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഏറെ തൽപരനായിരുന്നു റസൂലുള്ള. അതുകൊണ്ട് തന്നെ ഉമ്മത്തിൻ്റെ ഇഹപര ക്ഷേമങ്ങൾക്കും ഇഹപര സൗഭാഗ്യത്തിനും വേണ്ട കാര്യങ്ങളെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തി ഉമ്മത്തിനെത്തിച്ചു. അതേപോലെ അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ക്ലേശകരമാകുന്നത് ആ തിരുനബിക്കും ക്ലേശകരാണ്. അപ്പോൾ ദുനിയാവിൽ നിങ്ങൾ ബുദ്ധിമുട്ടുക, ആഖിറത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുക, നിങ്ങൾ ശിക്ഷയ്ക്കിരയാവുക, ഇതൊക്കെ പ്രവാചകന് ഏറെ പ്രയാസമാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷാമാർഗങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഇഹപര വിജയത്തിന് വേണ്ട കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നു. അതിൽ വിശ്വാസരംഗം പ്രത്യേകിച്ച് തൗഹീദിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. തൗഹീദിൻ്റെ വകുപ്പുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. എന്തിനു വേണ്ടി? തൗഹീദ് പാഴായാൽ, തൗഹീദിൽ ഭംഗം വന്നാൽ പിന്നെ മനുഷ്യൻ നഷ്ടത്തിലാണ്, നരകശിക്ഷയിലുമാണ്. ഷിർക്കിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ഷിർക്കിലേക്കുള്ള വഴികൾ അടച്ചു. ഷിർക്ക് ചെയ്താലുള്ള അപകടങ്ങളെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. എന്തിനു വേണ്ടി? ഷിർക്കിൽ മരിച്ചാൽ സ്വർഗം നിഷിദ്ധമാണ്, നരകമാണ് അഭയം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതവും മദീന ജീവിതവും, മക്കയിൽ 13 വർഷം, മദീനയിൽ 10 വർഷം. എന്തിനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ടതകൾ സഹിച്ചത്, വിഷമങ്ങൾ താണ്ടിയത്, പ്രയാസങ്ങൾ അനുഭവിച്ചത്?
അരപ്പട്ടിണിയിലും മുഴുപട്ടിണിയിലും നാളുകൾ തള്ളി നീക്കിയത്? എന്തിനാണ് ശത്രുക്കളുടെ ആരോപണങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ശത്രുക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചത്? അവരുടെ പ്രതിലോമ പ്രവർത്തനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഒന്നൊന്നായിട്ട് കാഴ്ചവെച്ചത്? എന്തിനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തിന്റെ പരിസരത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്? കഅബത്തിന്റെ പരിസരത്തിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിനെ തൊട്ട് തടയപ്പെട്ടത്? സുജൂദിൽ എന്തിനാണ് ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് തിരുനബിയുടെ മുതുകിൽ ശത്രുക്കൾ ചാർത്തിയത്? എന്തിനാണ് തിരുനബി മാരണക്കാരനെന്ന്, കവിയെന്ന്, ഭ്രാന്തനെന്ന്, അബ്തർ ഗുണം കെട്ടവനെന്ന്, അതേപോലെ മസ്ഹൂർ മാരണബാധയേറ്റവനെന്നൊക്കെ പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോശമായി ചിത്രീകരിക്കപ്പെട്ടത്? തിരുനബിയെ കളിയാക്കിയത്, മാനസികമായിട്ട് കുത്തിപ്പറഞ്ഞത്, മാനസികമായി പ്രയാസപ്പെടുത്തിയത്? ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു, അവരെ ശിർക്കിനെ തൊട്ട് മുന്നറിയിപ്പ് നൽകി. അതിനാലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തി, തബ്ലീഗ് ചെയ്തു, ദീനുൽ ഇസ്ലാം എത്തിച്ചു. അതിൻ്റെ മാർഗേണയാണ് ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തായിഫിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു, തായിഫിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീണ്ടും മക്കയിലേക്ക് മടങ്ങി, മക്കയിൽ നിന്ന് വീണ്ടും മദീനയിലേക്ക് ഹിജ്റ ചെയ്യേണ്ടി വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല യുദ്ധങ്ങൾ നയിക്കേണ്ടി വന്നു. ആ യുദ്ധങ്ങളിലേറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. കപടവിശ്വാസികളുടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. യഹൂദന്മാരുടെ പ്രയാസങ്ങൾ മാനസികമായി ശാരീരികമായി ഏൽക്കേണ്ടി വന്നു. ഇതെല്ലാം എന്തിനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചത്, അനുഭവിച്ചത്? അത് ഉമ്മത്തികൾക്ക് ഇഹപര രക്ഷ, അതിൻ്റെ മാർഗങ്ങൾ കാണിക്കുവാൻ, ആ രക്ഷയ്ക്ക് വേണ്ട വിഷയങ്ങൾ എത്തിക്കുവാൻ, അതിന് അവരെ പഠിപ്പിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിച്ചതിനാൽ അതിൻ്റെ മാർഗേണയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിൻ്റെ മാർഗം അത് സംരക്ഷിക്കുവാൻ, ഷിർക്കിലേക്കുള്ള വഴികൾ അതടക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചു, അധ്വാനിച്ചു, സമയം ചെലവഴിച്ചു, ജീവിതം ഒഴിഞ്ഞു വെച്ചു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ ഏറെ തൽപരനാണ്, നിങ്ങൾക്ക് ക്ലേശകരമാകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ക്ലേശകരമാണ്. തിരുനബി ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, റഊഫാണ്, റഹീമുമാണ്. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അദീം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തൽപരനായിട്ടും ഉമ്മത്തികൾ ക്ലേശം അനുഭവിക്കുന്നതിൽ പ്രയാസം സഹിച്ചുകൊണ്ട് അവരെ ക്ഷണിച്ചിട്ടും കപടവിശ്വാസികളും അവിശ്വാസികളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയും ആദർശം ഉൾക്കൊള്ളാതെ അവർ പിന്തിരിയുകയുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് പ്രഖ്യാപിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ ഈ ആയത്ത് ഈ അധ്യായത്തിന് താഴെ കൊണ്ടുവന്നതിൽ അതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ ദലാലത്ത് വളരെ വ്യക്തമാണ്, അത് സ്പഷ്ടവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തികളോട് ഏറെ തൽപരനായ തിരുനബിയായിരുന്നു. ഇവിടെ ജീവിച്ച നാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ജീവിതം ഒഴിഞ്ഞു വെച്ചത്. അതിൻ്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അറിയുന്ന ആർക്കും അവ്യക്തമല്ല. നാളെ ആഖിറത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളുടെ വിഷയത്തിൽ ഏറെ തൽപരനാണ്. അതുകൊണ്ടാണ് എല്ലാവരും നഫ്സി 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 നഫ്സിയ എന്ന് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ, എൻ്റെ ഉമ്മത്തികളെ എൻ്റെ ഉമ്മത്തികളെ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുക. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷയത്തിൽ ഏറെ തൽപരനാണ്. അവരുടെ പ്രയാസങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാത്തിൻ്റെ അരികിൽ നിന്ന് ഉമ്മത്തികളുടെ പ്രയാണവേളയിൽ അല്ലാഹുമ്മ സല്ലിം സല്ലിം
എന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയിൽ വിചാരണ കാത്ത് കഴിയുന്ന ആളുകൾക്ക് വേണ്ടി അവർ വിചാരണക്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഷഫാഅത്ത് നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ അതിനുശേഷവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തൃപ്തിപ്പെട്ട് അനുവാദം കൊടുക്കുന്നവരുടെ വിഷയത്തിൽ ശുപാർശ ഷഫാഅത്ത് നിർവഹിക്കുന്നത്. ഹൗദ് ഹൗദിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകടക്കും. അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും മുൻകടന്ന് ഹൗദിൻ കരയിലെത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? തിരുനബിയുടെ ഹൗദിൽ നിന്ന് ഉമ്മത്തികൾക്ക് കോരിക്കൊടുക്കും. ആ ഹൗദിലേക്ക് വരുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവർക്ക് കോരിക്കൊടുക്കുവാൻ റസൂലുള്ളാഹി ഉദ്ദേശിക്കുമ്പോൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എടുക്കപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയൽ ഉസൈഹാബി ഉസൈഹാബി, എൻ്റെ അനുയായികളാണ് എൻ്റെ അനുയായികളാണ് എന്നാണ്, എൻ്റെ അനുചരന്മാരാണ് എൻ്റെ അനുചരന്മാരാണെന്ന് പറയാം. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖൽബ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവർ തന്നിൽ നിന്ന് എടുക്കപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു വിഷയം. അപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുക, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ദീനിൽ അവർ പുത്തൻവാദികളാണ്, പുതുതായി ചേർത്തത് നിങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോഴാണ് തിരുനബി ബിദ്അത്തിന്റെ ആളുകളാണെന്ന് അറിയുമ്പോൾ സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എൻ്റെ കാലശേഷം ദീനിൽ മാറ്റം വരുത്തിയവർ അവർ ദൂരെ പോകട്ടെ, അവർ ദൂരെയാകട്ടെ എന്ന് അവർക്കെതിരിൽ അപ്പോഴാണ് ദുആയിരക്കുക. അപ്പോൾ ഇവിടെ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസൈഹാബി ഉസൈഹാബി എന്ന് പറയുന്ന, അതേപോലെ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്ന ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം ഉമ്മത്തികളോട് ഹരീസാണ് എന്ന്, അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തികൾക്ക് ക്ലേശകരമാവുന്നത് എത്ര ക്ലേശകരമാണ് എന്നുള്ളതിൻ്റെ ആ വിഷയം നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. തുടർന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറയിൽ നിന്നുള്ള ഒരു ഹദീസാണ് കൊടുക്കുന്നത്. ഇമാം അബൂ ദാവൂദ് ഹസനായ സനദോട് കൂടി റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ്. ഷെയ്ഖ് പറയുന്നത്, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ വലാ തജ്അലൂ ഖബ്രി ഈദ വസല്ലു അലൈ ഫഇന്ന സ്വലാതകും തബ്ലുഗ്നി ഹൈസു കുൻതും. റവാഹു അബൂ ദാവൂദ് ബി ഇസ്നാദിൻ ഹസൻ വറുവാതുഹു സിഖാത്ത്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും ഖുബൂറ, ലാ തജ്അലു ബുയൂതകും, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആക്കരുത് ഖുബൂറൻ, ഖബറുകൾ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. എങ്ങനെ വീടുകൾ ഖബറുകളാക്കുക? വീടുകൾ ഖബറാക്കുക, വീടുകൾക്കുള്ളിൽ ഖബറുണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകളിൽ ആളുകളെ മറമാടിയിട്ട്. വീടുകൾക്കുള്ളിൽ ആളുകളെ മറമാടാൻ പാടുള്ളതല്ല. പിന്നെയോ വീടുകൾക്കുള്ളിൽ പുരുഷന്മാർ സുന്നത്ത് നമസ്കാരം ഒഴിവാക്കൽ, വീടുകളെ ഖബറുകളാക്കല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് കഴിവുകൾ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ നമസ്കാരം, ഫർദ് നമസ്കാരം പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്. ഒഴിവ് കഴിവുള്ളവർ, രോഗം കൊണ്ടോ പേടി കൊണ്ടോ ഒക്കെ ഉള്ളവരാണ് പുരുഷന്മാർ വീടുകളിൽ നിസ്കരിക്കേണ്ടത്. പള്ളികളിൽ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് പുരുഷന്മാർ, നിർബന്ധ നിസ്കാരം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധ നിസ്കാരമല്ലാത്ത ഐച്ഛിക നിസ്കാരങ്ങൾ, റാത്തിബത്തിൻ്റെ നിസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ, ഫർദ് നമസ്കാരങ്ങളുടെ ശേഷവും മുമ്പുമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യേണ്ട റവാത്തിബ് നമസ്കാരം, അതേപോലെ തന്നെ ഇതര നാഫിലത്തുകൾ, ദുഹാ നമസ്കാരം, വിത്ർ നമസ്കാരം തുടങ്ങിയ നാഫിലത്തുകൾ, സലാത്തുൽ ഇസ്തിഖാറ പോലുള്ളതായ നിസ്കാരങ്ങളൊക്കെ, ഇതൊക്കെ വീടുകളിൽ നിസ്കരിക്കലാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ ഒരു നസീബ്, വിഹിതം അത് നിങ്ങളുടെ വീടുകൾക്കാക്കണം. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിൽ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വീടുകളെ ഖബറുകളാക്കലാണ്. അപ്പോൾ വീടുകൾ എങ്ങനെ ഖബറുകളാക്കൽ? വീട്ടിൽ സുന്നത്തുകൾ നമസ്കരിക്കാതിരിക്കൽ കൊണ്ടും, അതേപോലെ തന്നെ വീടുകളിൽ ആളുകളെ മറമാടൽ കൊണ്ടും ഉണ്ടാവുക. ഇവിടെ വീടുകളിൽ ആളുകളെ മറമാടരുത്
എന്ന് പറയുമ്പോൾ ഒരനുബന്ധ മസ്അല ഉള്ളത്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഒരുക്കപ്പെട്ടത് വീട്ടിലാണല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഒരുങ്ങിയിട്ടുള്ളത്. അവിടെയാണ് അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെയും ഖബറുകളുള്ളത്. അത് പ്രത്യേകമായിട്ടുള്ളൊരു മസ്അലയാണ്, അതൊരു പൊതുവായ വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ, ഉമർ അവർ ഈ ജീവിത നാളിൽ ഒന്നിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗമായിരുന്നു. സഹാബികളും പറഞ്ഞിരുന്നു, തിരുനബിയും അബൂബക്കറും ഉമറും, തിരുനബിയും അബൂബക്കറും ഉമറും. ഈ ഒരു ബന്ധം വാക്കിലും പ്രവൃത്തിയിലും വാചകർമ്മണ ഉണ്ടായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മരണാനന്തരം അബൂബക്കറും ഉമറും അടുത്തായി അന്ത്യവിശ്രമം കൊള്ളുമെന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തന്നെ നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ സഹാബികൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് അവരുടേതൊരു പ്രത്യേക കേസും വിഷയവുമാണ്. ഇമാം ബുഖാരി, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഹദീസുകളിൽ അതിനെക്കുറിച്ചുള്ളതായ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ എവിടെ വെച്ച് പിടികൂടപ്പെടുന്നുവോ അവിടെ അവർ മറമാടപ്പെടണം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ അവരുടെ ശരീറിൽ കിടന്നാണ്, അവരുടെ സിഹറിലും നഹറിലും കിടന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ തന്നെ എന്ത് ചെയ്തത്, മറമാടിയത്. അതോടനുബന്ധിച്ച് അബൂബക്കർ, ഉമർ എന്നിവരുടെയും ഖബറുകൾ പിൽക്കാലത്ത് ഉണ്ടാവുകയാണ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞതുപോലെ അത് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക വിഷയവും അതിനോടുള്ള സമീപനവുമാണ്. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മരണപ്പെട്ടാൽ വീടുകളിൽ മറമാടുക എന്നുള്ളത് പാടുള്ളതല്ല. അപ്പോൾ ലാ തജ്അലു ബുയൂതകും ഖുബൂറ വലാ തജ്അലു ഖബ്രി ഈദ വലാ തജ്അലു, നിങ്ങൾ ആക്കരുത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബ്രി, എൻ്റെ ഖബറിനെ ഈദൻ, ഈദാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ എന്താ? ഈദ് എന്ന് പറഞ്ഞാൽ ആളുകൾ പതിവാക്കുക, വർഷത്തിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, ഇങ്ങനെ പതിവാക്കി ചെയ്യുന്ന കാര്യത്തിനാണ് ഈദ് എന്ന് പറയാം. ഇപ്പം വെള്ളിയാഴ്ച ജുമുഅയെ ഈദ് എന്ന് പറയുന്നത് എന്താ? അതിങ്ങനെ ആഴ്ചയിൽ ആവർത്തിക്കും, പതിവാക്കും. അതേപോലെ തന്നെ ബലി പെരുന്നാൾ, ചെറു പെരുന്നാൾ, ഇത് ഈദാണ്. എന്തുകൊണ്ട്? വർഷത്തിൽ ആ സമയം വന്നിട്ടുണ്ടെങ്കിൽ അത് പതിവാക്കും. അതിനാണ് ഈദ് എന്ന് പറയുന്നത്. ഈദ് സമാനി ഉണ്ട്, മക്കാനി ഉണ്ട്. ആളുകൾ ഒരു സ്ഥലം നിശ്ചയിച്ച് വർഷത്തിൽ അവിടെ ഒരുമിച്ച് കൂടുകയാണ്, അല്ലെങ്കിൽ മാസത്തിൽ ഒരു സ്ഥലത്ത് പതിവാക്കി ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ അതിന് ഈദ് എന്ന് പറയും. ഇതേപോലെ ചില കാലങ്ങളിൽ ഇപ്പം അത് ഈദുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ജുമുഅയുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ പതിവായി സംഗമിക്കുവാൻ, കയറി ഇറങ്ങുവാൻ ഒരു സ്ഥലമാക്കിയിട്ട് എൻ്റെ ഖബറിനെ മാറ്റരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. വലാ തജഅലു ഖബ്രി ഈദ. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഖൈദ് ഉണ്ട്, ബിഗൈരി സബബ്, അകാരണമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കാരണം എന്താ? റസൂലുള്ളാഹി മദീനയിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മദീനയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ മസ്ജിദ് നബവിയുടെ സിയാറയോടനുബന്ധിച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്തെത്തി സലാം പറയുക എന്നുള്ളത് വന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ സലാം പറയാറുണ്ടായിരുന്നു. അപ്പോൾ സലാം പറയാൻ വേണ്ടിയിട്ട് മദീനയിലെത്തുന്നവർ ഖബറിനരികിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു ആകാവുന്നതാണ്, അതിനൊരു സബബുണ്ട്. എന്നാൽ അങ്ങനെയല്ലാതെ വരിക, അതായത് അതെങ്ങനെയാണ് അപ്പം ഈദാകുക? ചില പണ്ഡിതന്മാർ പറഞ്ഞു സലാം പറയാനായിട്ട് മദീനയിലേക്ക് വരിക,
അതിനായിട്ട് മദീനയിലേക്ക് വരേണ്ട കാര്യമില്ല. കാരണം ഈ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എവിടെ വെച്ചും സലാം പറയാവുന്നതാണ്. ആ സലാം പറയാവുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തും. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുന്ന മലക്കുകളുണ്ട്. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ റിഹാല് യാത്ര കെട്ടി പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും മറ്റൊന്ന് ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയുമാണ്. അപ്പോൾ തഖർറുബിന് വേണ്ടി, പുണ്യപ്രവൃത്തിക്ക് വേണ്ടി, പുണ്യം കാക്ഷിച്ചുകൊണ്ടുള്ളതായ യാത്രകൾ 3 പള്ളികളിലേക്കേ പാടുള്ളൂ. ഒരു ഖബറുകളിലേക്കും അவ்விധം യാത്ര പുറപ്പെടാൻ പാടുള്ളതല്ല. അപ്പോൾ ആ രീതിയിൽ ഖബറിനരികിലേക്ക് വരിക എന്നുള്ളതാണ് ഖബറിനെ ഈദാക്കൽ. അതേപോലെ തന്നെ ചില നിർണിത കാലങ്ങളിൽ വർഷത്തിലൊരിക്കൽ ഖബറിനരികിലേക്ക് പതിവാക്കുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും, ഉദാഹരണത്തിന് ഫജ്ർ നിസ്കാരാനന്തരം ഖബറിൻ്റെ അടുക്കിലേക്ക് വരൽ ഒരു പതിവാക്കൽ. ഇങ്ങനെയാകുമ്പോൾ അത് ഖബറിനെ ഈദാക്കലാകും. അല്ലെങ്കിൽ മസ്ജിദ് നബവിയിൽ കയറുമ്പോഴൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അരികിലേക്ക് പോകൽ, പതിവാക്കൽ, ഇത് ഖബറിനെ ഈദാക്കലാണ്. അതേപോലെ തന്നെ ഖബറിനരികിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനോട് ദുആ ഇരക്കാൻ ഖബറിനരികിലേക്ക് പോവുക, അത് പാടില്ല എന്നറിയിക്കുന്ന ഹദീസാണ് ഇനി അടുത്ത് പറയാനിരിക്കുന്നത്. അപ്പോൾ ആ ഖബറിൻ്റെ പരിസരം, അതിൻ്റെ ബർക്കത്ത് ആഗ്രഹിച്ച് അവിടെ ദുആ ഇരക്കാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത് ഖബറിനെ ഈദാക്കലാണ്. അതിൻ്റെ ഉദാഹരണത്തിൽപ്പെട്ടതാണ്. അത് ബിദ്അത്തുമാണ്, ഖബറിനെ ഈദാക്കലുമാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേടാൻ, ഷിർക്കൻ ഇസ്തിഗാസ നടത്താൻ, ദുആ നടത്താൻ വേണ്ടിയിട്ട് ഖബറിൻ്റെ അരികിലേക്ക് പോകുക എന്നുള്ളത് ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്കുമാണ്. അത് ഖബറിനെ ഈദാക്കലുമാണ്, അതിൻ്റെ ഉദാഹരണത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ആളുകൾ പല വരികളും പറയാറില്ലേ. ഫി ഹാലത്തിൽ ബുഅദി നഫ്സി കുൻതു ഉർസിലുഹ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. അഹ്മദ് റിഫാഇ ഹജ്ജ് സീസണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ വന്നിട്ട് ഇപ്രകാരം പാടിയെന്നാണ്. ഫി ഹാലത്തിൽ ബുഅദി നഫ്സി കുൻതു ഉർസിലുഹ, ഞാൻ വിദൂരത്താകുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെയാണ് പറഞ്ഞയക്കൽ ഈ ഖബറിനരികിലേക്ക്. തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി, എൻ്റെ പ്രതിനിധിയായിട്ട് എൻ്റെ ആത്മാവ് വന്നിട്ടാണ് ഈ ഭൂമിയെ മുത്തം വെച്ച് മടങ്ങിപ്പോകാറ്. ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത്. ഇപ്പോൾ അഹ്മദ് റിഫായി ഹജ്ജിന് വന്നിട്ട് സിയാറത്തിന് വന്നതാണ് മദീനത്തേക്ക്. അപ്പോൾ ഇതാ ഞാൻ ഉടലോടെ വന്നിരിക്കുന്നു. ഫംദുദ് യദൈക് കൈ തുഹ്ലാ ബിഹാ ശഫതി, അതുകൊണ്ട് ഖബറിൽ നിന്ന് കൈ നീട്ടു, ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് ആ കൈയിൽ ചുംബിച്ച് സായുജ്യമടയട്ടെ എന്ന് അഹ്മദ് റിഫായി പാടി എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് പിളരുകയും തിരുനബിയുടെ തിരുകരം പുറത്തു വരികയും അങ്ങനെ അഹ്മദ് റിഫായി അത് ചുംബിക്കുകയും അതിന് 90,000 ഹാജിയന്മാർ അല്ലെങ്കിൽ മദീനക്കാർ സാക്ഷികളായി എന്നൊക്കെ ഈ ഖുറാഫാത്തിൻ്റെ ആളുകൾ പറയാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. ഈ തബ്ലീഗുകാരുടെ കിതാബിൽ ഈ കള്ളക്കഥ കൊടുത്ത് അവരും ഇത് ഉറുദിയായി, അതേപോലെ തന്നെ അവരുടെ മജ്ലിസിൻ്റെ ഒരു വിഭവമായിട്ട് ആളുകളെ പറഞ്ഞ് പറ്റിക്കാറുണ്ട്. തബ്ലീഗുകാർ അന്ധമായിട്ട് ഈ ഫളായിൽ കിതാബിനെ അവലംബിക്കുകയും അങ്ങനെ ഈ സാധാരണക്കാർക്കിടയിലും പ്രത്യേകക്കാർക്കിടയിലും ഇത് പാരായണം ചെയ്ത് അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ അഹ്മദ് റിഫായിയുടെ കഥ ആ പാള കിതാബിലുള്ളത് ഇങ്ങനെ അവർ പ്രചരിപ്പിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വലിയ കളവാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനന്നാർ, എൻ്റെ പേരിൽ കളവ് കെട്ടി ബോധപൂർവം പറയുന്നവർ അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. റസൂലുള്ള ഖബറിൽ നിന്ന് കൈ പുറത്തിട്ടു എന്നും എന്നിട്ട് കൈ അഹ്മദ് റിഫായിക്ക് ചുംബിക്കാൻ നൽകി എന്നും പറയാന്ന് പറഞ്ഞ ചെയ്യാത്ത കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയലാണ്. അതുകൊണ്ടാണ് ഈ അഹ്മദ് റിഫായിൻ്റെ ചരിത്രം എഴുതിയ കുറേ പണ്ഡിതന്മാരുണ്ട്. അഹ്മദ് റിഫായിൻ്റെ കാലശേഷം വന്ന അഹ്മദ് റിഫായിയുടെ ചരിത്രം രേഖപ്പെടുത്തിയ കുറേ പണ്ഡിതന്മാർ, അവരാരും ഈ കഥ അഹ്മദ് റിഫായിയുടെ പേരിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അബ്ദുല്ലാ അൽ ഖുമാരി എന്ന് പറയുന്ന ഒരു സൂഫി എഴുത്തുകാരനുണ്ട്. ഈ തർജുമകൾ എഴുതുന്ന ആളുകളെക്കുറിച്ച് എഴുതുന്ന, അവരുടെ ബയോഗ്രഫി എഴുതുന്ന സൂഫിയാണ്.
അയാൾ വരെ ഈ കള്ളക്കഥ അഹമ്മദ് റിഫായിയുടെ പേരിൽ നിരാകരിച്ചിട്ടുണ്ട്. അവരാരും, കാരണം എന്താ, അഹമ്മദ് റിഫായിൻ്റെ ചരിത്രം എഴുതിയ ആളുകൾ ആരും ഇങ്ങനത്തെ ഒരു സംഭവം അഹമ്മദ് റിഫായിൻ്റെ പേരിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. മാത്രമല്ല ഈ കള്ളക്കഥ ആരാണ് കെട്ടിയുണ്ടാക്കിയത്, അവർ നരകത്തിൽ അവരുടെ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് വരെ അബ്ദുള്ള അൽ ഖുമാരി അവരുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ ആളുകൾ ഇതൊക്കെ പാടി പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കഷ്ടമാണ്. അതേപോലെ തന്നെ ഉമർ ഖാദിനെ കുറിച്ചും നമ്മളെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട് ഈ വരികൾ ചൊല്ലിയിട്ട് ഇങ്ങനെ, ഫി ഹാലത്തിൽ ബുഅദി നഫ്സി കുൻതു ഉർസിലുഹ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി എന്ന് പറഞ്ഞിട്ട് ഉമർ ഖാദിയും ഇങ്ങനെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖാത്തബ നടത്തി. അങ്ങനെ ഖബർ ഷരീഫ് പിളർന്നു, കൈ പുറത്തു വന്നു, അങ്ങനെ ഉമർ ഖാദി ചുംബിച്ചു തുടങ്ങിയിട്ടുള്ളതായ ഈ കളവുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കുന്നതായ ദുസ്തുതി. ഏതായാലും ഖബറിനെ ഈദാക്കുക എന്നുള്ളതിന് പല മുഖങ്ങളാണ്. ആ പല മുഖങ്ങളിൽ പല ഉദാഹരണങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃകയില്ലാത്ത, സഹാബികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, സച്ചരിതരായ മുൻഗാമികളിൽ നിന്ന് മാതൃക വന്നിട്ടില്ലാത്തതായ സമീപനങ്ങളൊക്കെ അത് സൂക്ഷിക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസുള്ളത്, വലാ തജാലു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത്. വസല്ലു അലൈ, നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് ചൊല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുക. ഫൈന സലാത്തക്കും തബ്ലുഗുനി, കാരണം നിങ്ങളുടെ സലാത്ത് എനിക്കെത്തും. ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് എല്ലാം പറഞ്ഞു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്നതായ സലാത്തിൻ്റെ, ഇബ്രാഹിമി സലാത്തിൻ്റെ രീതി, അത് ഏഴോളം റിവായത്തിലൂടെ വ്യത്യസ്ത ലഫ്ദുകളിൽ വന്നിട്ടുണ്ട്. ആ സലാത്തുകളാകാവുന്നതാണ്. ഇനി സലാത്തിൻ്റെ ലഫ്ദുകൾ വേറെയും പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് നിർവഹിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അർത്ഥത്തിൽ സ്ഖലിതമില്ലാത്ത രീതിയിൽ സലാത്ത് നിർവഹിക്കുന്നതായ ലഫ്ദുകൾ അത് പദ്യമായാലും ഗദ്യമായാലും അത് ആകാവുന്നതാണ്, അനുവദനീയമാണ്. എന്നാൽ അർത്ഥത്തിൽ തെറ്റുവരികയും അതേപോലെ തന്നെ ആശയം തീവ്രമാവുകയും ചെയ്യുന്നതായ സലാത്തിൻ്റെ ലഫ്ദുകൾ, അങ്ങനെയുള്ള നാരിയ സലാത്ത് പോലെ അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിൻ സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ് എന്ന് തുടങ്ങിയിട്ട് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ദാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബ് എന്ന് തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് ബുദ്ധിമുട്ടുകളുടെ കെട്ടുകൾ അഴിയുന്നത്, പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നത്, ഉദ്ദേശങ്ങൾക്ക് ലബ്ധി ഉണ്ടാകുന്നത്, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നത്, ആവശ്യങ്ങൾക്ക് മുറാദ് ഉണ്ടാകുന്നത് എന്നൊക്കെ അറിയിക്കുന്നതായ ലഫ്ദുകളുള്ളതായ, ഷിർക്കൻ ആശയമുള്ളതായ ഇത്തരം ലഫ്ദുകളുള്ളതായ സലാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഇത്തരം വരികൾ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചേർത്ത് പറയുക, അതേപോലെ തന്നെ അത് സലാത്തിൻ്റെ ലഫ്ദുകളായിട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളത് മഹാ അപകടങ്ങളാണ്. സലാത്ത് അതിൻ്റെ വിധി, ഹുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുന്നതിൻ്റെ ഹുക്കും എന്താ? നിസ്കാരത്തിനുള്ളിലാണ് എങ്കിൽ ഇപ്പോൾ തശഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലൽ വാജിബാണ് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ അത് സുന്നത്താണ് എന്നുള്ള പക്ഷക്കാരാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൽ സലാത്ത് ചെല്ലൽ വാജിബാണോ അതല്ല സുന്നത്താണോ? വാജിബത്താണ് സലാത്ത് ചെല്ലൽ എന്നതാണ് പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത്. ചിലർ പറഞ്ഞു അതല്ല സുന്നത്താണ്. എന്നാൽ നിസ്കാരത്തിന് പുറത്താണെങ്കിലോ? നിസ്കാരത്തിന് പുറത്താണ് എങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലൽ പുണ്യപ്രവൃത്തിയാണ്, അത് സുന്നത്തായിട്ടുള്ള അമലാണ്, അതിൻ്റെ ഹുക്മ് സുന്നത്താണ്, ഏറെ പുണ്യമുള്ള പ്രവൃത്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ മൻ സല്ല അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, 10 സലാത്ത് അല്ലാഹുവിൽ നിന്ന് കിട്ടും. അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി, പിശുക്കൻ ഞാൻ പറയപ്പെട്ടിട്ടും എൻ്റെ പേൽ സലാത്ത് നിർവഹിക്കാത്തവനാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് പുറത്ത് സലാത്ത് ചൊല്ലുക എന്നുള്ളത് മഹത്തായ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ഏറെ ഫലങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. സലാത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ഇഹപര പ്രശ്നങ്ങൾ, വിഷമതകൾ പോയി കിട്ടും. സലാത്തിനെ അധികരിപ്പിച്ചാൽ, വർദ്ധിപ്പിച്ചാൽ എന്നറിയിക്കുന്നതായ ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന്
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയം ഉണ്ടാകാൻ സലാത്തിനെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹുക്ം എന്താണ്? ഹുക്ം അത് സുന്നത്താണ് എന്നുള്ളതാണ്, വാജിബത്തല്ല എന്നുള്ളതാണ്. ഹംബലി മദ്ഹബിൽ ഇമാം ഇബ്നു ബത്തയുടെ വീക്ഷണം. നിസ്കാരത്തിന് പുറത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലൽ വാജിബത്താണ് എന്നുള്ള വീക്ഷണമാണ്. യഥാർത്ഥത്തിൽ സുന്നത്താണ് എന്നുള്ളതിനെയാണ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു തആല അഅലം. ഇവിടെ വസല്ലു അലൈ, നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് ചൊല്ലുക. ഫഇന്ന സലാത്തക്കും തബ്ലുഗ്നി ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സലാം എനിക്കെത്തും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് എത്തുക? സലാത്ത് എത്തുന്നതിനുള്ള വസീല എന്താണ്? അതറിയിക്കുന്ന ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. അള്ളാഹുവിന് ഭൂമിയിൽ സഞ്ചരിക്കുന്ന ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾ എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് എനിക്ക് സലാമിനെ എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമാം ഹാക്കിമും അതേപോലെ തന്നെ ഇമാം ദഹബിയും ഇത് സഹീഹ് എന്ന് വിശേഷിപ്പിച്ച് ഷെയ്ഖ് അൽബാനിയും ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. അള്ളാഹുവിന് സഞ്ചരിക്കുന്ന ചില മലക്കുകളുണ്ട്, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് സലാമിനെ ആ മലക്കുകൾ എനിക്ക് എത്തിക്കും എന്നറിയിക്കുന്ന ഹദീസ്. എന്നാൽ ഈ ഹദീസിൻ്റെ ചില ബാക്കി ഭാഗം വരാറുണ്ട്. അതെന്താ? പലരും പറയാറുണ്ട്, വമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ അലൈഹി വഇൻ റഅയ്തു ശർറൻ അസ്തഗ്ഫിറുല്ലാഹ ലക്കും. ഞാൻ നിങ്ങളിൽ നിന്ന് വല്ല നന്മയും കണ്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കും, വല്ല തിന്മയുമാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. ഈ ഭാഗം ദുർബലമാണ്, ദഈഫാണ്, അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വിശിഷ്യ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ദുർബലത വിശദീകരിച്ച് സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ എങ്ങനെയാണ് സലാത്തിന് എത്തുക? സലാത്ത് എത്തുവാനുള്ള വസീല അത് മലക്കുകളാണ്. അള്ളാഹുവിന് സയ്യാഹീങ്ങളായ മലക്കുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു റിപ്പോർട്ടിൽ ഫഇന്ന സലാത്ത ഉമ്മത്തി തുറദു അലയ്യ ഫീ കുല്ലി യൗമി ജുമുഅ, എൻ്റെ ഉമ്മത്തികളുടെ സലാത്ത് അതെല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ റിവായത്തുണ്ട്. ആ റിവായത്തിനെ ഇമാം അൽ ഹാഫിദുൽ മുൻദിരിയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇബ്നു ഹജറും ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് അൽബാനി ആ ഹദീസിനെ ദുർബലം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് സലാത്തിനെ പ്രദർശിപ്പിക്കുക എന്ന് അറിയിക്കുന്നതായ ആ ഭാഗം, അതിന് ഇബ്നു ഹജർ, ഷെയ്ഖ് അൽബാനി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ ഇമാം അൽ ഹാഫിദുൽ മുൻദിരി ഇവരൊക്കെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചതായ ഭാഗമാണ്. എന്നാൽ അൽബാനി ആ റിപ്പോർട്ടിനെ ദുർബലം എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ആ റിപ്പോർട്ട് ബലപ്പെടുത്തിയ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് പ്രദർശിപ്പിക്കൽ അത് വെള്ളിയാഴ്ചയാണ് എന്നാണ് അവിടെ ഉള്ളത്. ഏതായാലും ഇവിടെ ഫൈന സലാത്തക്കും തബ്ലുഗ്നി ഹൈസു കുൻതും എന്നാണ് തിരുനബി പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല? സലാത്ത് ചെല്ലാൻ എന്ന് പറഞ്ഞിട്ട് ഖബറിൻ്റെ അടുക്കിലേക്ക് എപ്പോഴും കയറി ഇറങ്ങുക അല്ലെങ്കിൽ പോവുക എന്നുള്ളത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുകയാണ്. എൻ്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുതേ, നിങ്ങൾ എവിടെ വെച്ച് സലാത്ത് നിർവഹിച്ചാലും അതെനിക്കെത്തും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അതുകൊണ്ടായിരിക്കാം സഹാബികളുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ സഹാബികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തിനെയും സലാമിനെയും അധികരിപ്പിച്ചവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്തും സലാമും നിർവഹിക്കുക എന്നുള്ളത് സഹാബികളുടെ അമലുകളിൽപ്പെട്ടതാണ് ധാരാളമായിട്ടുള്ള. പക്ഷേ അവരാരും അത് നിർവഹിക്കാൻ ഖബറിനരികിൽ പോയതായിട്ട് കാണാൻ സാധിക്കുകയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസറിൽ ഇബ്നു ഉമർ മദീനയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എങ്കിൽ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഖബറിനരികിൽ വന്നിട്ട് സലാം പറയുമായിരുന്നു എന്നാണ്. ഖബറിനരികിൽ വന്ന് സലാം പറയുമായിരുന്നു എന്നാണ് ഉള്ളത്. ഇബ്നു ഉമറിൽ നിന്ന് മാത്രം, മറ്റ് സഹാബികളിൽ നിന്ന് അങ്ങനെ വാരിതായിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നിർദ്ദേശം ഉൾക്കൊണ്ടത് കാരണത്താൽ അവർ തങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് സലാത്തും സലാമും അധികരിപ്പിക്കുക എന്നുള്ളതല്ലാതെ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടമുള്ള ഹുജറയുടെ അടുക്കലേക്ക്
വരികയുണ്ടായിട്ടില്ല അതിനു വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ. ഇവിടെ തുടർന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നതായ ഹദീസ് അസർ, അത് അലി ഇബ്നുൽ ഹുസൈനിൽ നിന്നുള്ളതായ അസറാണ്. അതിൽ ഷെയ്ഖ് പറയുന്നത് വാൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അന്നഹു റഅ റജുലൻ യജീഉ ഇലാ ഫുർജത്തിൻ കാനത് ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ ഫനഹാ وقال ألا أحدثك حديثا سمعته من أبي عن جدي عن رسول الله صلى الله عليه وسلم قال لا تتخذوا قبري عيدا ولا بيوتكم قبورا وصلوا عليه فإن تسليمكم يبلغني حيث كنتم റവാഹു ഫിൽ മുഖ്താറ. ഇവിടെ വാൻ അലി ഇബ്നുൽ ഹുസൈൻ, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. ഈ അലി ഇബ്നുൽ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അലി സൈനുൽ ആബിദീൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ, അഥവാ അലി ഫാത്തിമ ദമ്പതികൾക്ക് ഹസൻ ഹുസൈൻ കുട്ടികൾ, അതിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രനാണ് അലി. ഈ പറയുന്ന അലി, അലിയുൽ അസ്ഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന അലി സൈനുൽ ആബിദീൻ. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ശേഷിച്ച ഏക പുത്രനാണ് ഈ അലി സൈനുൽ ആബിദീൻ. വളരെ ഔദാര്യവാനായിരുന്ന, മഹാനായിരുന്ന, ഏറെ ശ്രേഷ്ഠനായിരുന്ന, വളരെ സുന്ദരനായിരുന്ന നബി കുടുംബത്തിലെ ഒരു മെമ്പറായിരുന്നു അലി സൈനുൽ ആബിദീൻ. ആ കുടുംബത്തിൽ ഏറ്റവും ഉത്കൃഷ്ടൻ എന്ന് വരെ ഖ്യാതി നേടിയിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു അടിമ സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് ഈ അലി സൈനുൽ ആബിദീൻ. ഈ കുട്ടിയുടെ, അലി സൈനുൽ ആബിദീൻ്റെ ഉമ്മ ഒരു മൗലാത്താണ്, അടിമ സ്ത്രീയാണ്. വളരെ വലിയ ഔദാര്യവാനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ കുളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതുകിൽ ഒരു കറുത്ത പാടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് പറയപ്പെട്ടത്, അദ്ദേഹം ഇരുട്ടിൻ്റെ മറവിൽ തൻ്റെ മുതുകിൽ ഭാരിച്ച ചുമടുകൾ സ്വയം ചുമന്ന് അദ്ദേഹം സാധുക്കളുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് അത് കൊടുക്കുകയും ദാനം നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ഇദ്ദേഹം അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തെ ഒരാൾ ശകാരിച്ച് സംസാരിച്ചു എന്നാണ്. അപ്പോൾ ശകാരിച്ച് സംസാരിക്കുന്നത് ഒരു അറാബി കേൾക്കുകയാണ്. അപ്പോൾ ശകാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നിങ്ങളാണ്, ഇനിയും എൻ്റെ വല്ല കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ അറാബി പറഞ്ഞു പോയി എന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി തന്നെ. അത്രമാത്രം വിവേകത്തിലായിരുന്നു ആ അവിവേക പെരുമാറ്റത്തോട് അലി സൈനുൽ ആബിദീൻ പെരുമാറിയത് എന്നാണ്. ഏതായാലും ഈ അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ അദ്ദേഹം സയ്യിദാണ്, നേതാവ് എന്ന പേര്, അദ്ദേഹം പ്രമുഖനാണ്. അദ്ദേഹം പറയാണ് അന്നഹു റഅ റജുലൻ, അദ്ദേഹം ഒരു വ്യക്തിയെ കണ്ടു, യജീഉ ഇലാ ഫുർജത്തിൻ കാനത് ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിലുള്ള ഒരു ഫുർജത്തിലേക്ക് വരുന്നതായി. ഫുർജത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിലാണ്. ആ ഹുജറക്ക് ഒരു നാഫിദത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുവത്ത്, ഒരു നമ്മൾ ജനൽ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ഇതല്ല, ഒരു അവിടേക്ക് എത്തി നോക്കി കാണാൻ പറ്റിയ രീതിയിലുള്ളതായ ഒരു ഫുർജത്ത്, ഒരു വിടവ്, അതിനൊരു നാഫിദത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ചെറിയ ജനവാതിൽ, കിളിവാതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഫുർജത്തിലേക്ക് ഒരു വ്യക്തി വരുന്നത് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കാണുകയാണ്. അങ്ങനെ ആ വ്യക്തി എന്ത് ചെയ്യും? ഈ കിളിവാതിലിലേക്ക് വന്ന് ഫയദ്ഖുലു ഫീഹ, അതിൽ പ്രവേശിക്കും. എന്നിട്ട് ഫയദ്ഉ, എന്നിട്ട് അയാൾ ദുആ ചെയ്യും. ഖബറാലിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ല ദുആ ചെയ്യുന്നത്, ആ ഖബറിന് അരികിൽ വന്നിട്ട് അയാൾ ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്. കാരണം ഹദീസിന്റെ സാഹചര്യം അറിയിക്കുന്നത് അതാണ്. ആ വ്യക്തി അവിടെ അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്, പക്ഷെ അത് ഖബറിന് അരികിൽ വന്നിട്ടാണ് ദുആ ചെയ്യുന്നത്. ഫനഹാഹു, അപ്പോൾ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ വിരോധിച്ചു, അതിനെ തൊട്ട് വിരോധിച്ചു. ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, പൂർവികർ സലഫുകൾ നഹി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഹറാമിനെയാണ് അറിയിക്കുന്നത്. അപ്പം ഹറാം എന്ന നിലക്ക് അതിനെ വിരോധിച്ചു. വഖാൽ, എന്നിട്ട് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അല ഉഹദ്ദിസുക ഹദീസൻ, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് അറിയിച്ചു തരട്ടെ. ഹദീസ് എന്ന് പറഞ്ഞാൽ മാ ഉദീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ ഔ സിഫത്തിൻ ഖൽഖിയ്യത്തിൻ ഔ ഖുൽഖിയ്യ. അതാണ് മുസ്തലഹിൽ അതിൻ്റെ
അല്ലെങ്കിൽ അതിൻ്റെ മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ ഹദീസിനുള്ള താരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടതായ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, അല്ലെങ്കിൽ ഒരു സ്വഭാവ വിശേഷണം, അല്ലെങ്കിൽ ഒരു സൃഷ്ടിപരമായിട്ടുള്ള വിശേഷണം. ഇങ്ങനെയുള്ള ഒരു ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. സമീഅതുഹു മിൻ അബി, ആ ഹദീസ് ഞാൻ കേട്ടത്, അലി പറയാണ്, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, സമീഅതുഹു ഞാൻ ആ ഹദീസ് കേട്ടിരിക്കുന്നു, മിൻ അബി എൻ്റെ ഉപ്പയിൽ നിന്ന്, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അൻ ജദ്ദി ഉപ്പ എൻ്റെ വല്യാപ്പയിൽ നിന്ന് അഥവാ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയോ വല്യപ്പയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. അപ്പോൾ ഇവിടെ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു ഈ വ്യക്തിനോട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹിയിൽ നിന്നുള്ളതായ ഒരു ഹദീസ്. ആ ഹദീസ് എൻ്റെ വാപ്പ ഹുസൈൻ വല്യാപ്പ അലിയിൽ നിന്ന്, അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഖാല, എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അലി സൈനുൽ ആബിദീൻ പറയുന്നത്? ഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തത്തഖിദു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദായി സ്വീകരിക്കരുത്. ഈദ് എന്ത് നമ്മൾ പറഞ്ഞു. വല ബുയൂതക്കും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളുമായി സ്വീകരിക്കരുത്. എങ്ങനെ വീടുകൾ ഖബറുകളാക്കുക? അത് നമ്മൾ വിശദീകരിച്ച്. വസല്ലു അലൈ, നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് നിർവഹിക്കുക. ഫഇന്ന തസ്ലീമക്കും, കാരണം നിങ്ങളുടെ സലാം പറച്ചിൽ, യബ്ലുഗുനി ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും എനിക്കെത്തും. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അലി സൈനുൽ ആബിദീൻ ഈ വ്യക്തിനോട് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് ചെല്ലുവാൻ, സലാം നിർവഹിക്കുവാൻ, ഖബറിൻ്റെ അരികിലേക്ക് പോവുക, അതിനായിട്ട് പോവുക, അല്ലെങ്കിൽ അത് നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഖബറിനെ ഈദാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചെല്ലണ്ടേ, സലാം ചെല്ലണ്ടേ? സലാത്ത് ചെല്ലണം, സലാം ചെല്ലണം. പക്ഷേ അതെവിടെ വെച്ച് നിർവഹിച്ചാലും അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കുന്ന മലക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ സലാത്തും സലാമും നിർവഹിക്കുവാൻ ഖബർ തേടി ചെല്ലുക എന്നുള്ളത് വേണ്ടതില്ല എന്നുള്ളതാണ്. മദീനയിലേക്ക് സിയാറത്തിന് പോകുന്നവർ മസ്ജിദ് നബവി സിയാറത്ത് ചെയ്താൽ അവർ ഖബറിൻ്റെ അരികിൽ പോയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം പറയുക, സലാത്ത് നിർവഹിക്കുക എന്നുള്ളത് വാരിദാണ്. അത് നിർവഹിക്കാവുന്നതാണ്, അത് പുണ്യപ്രവൃത്തിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സലാത്തും റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലിയ വിഷയം നമ്മൾ പറഞ്ഞില്ലേ. പക്ഷേ അത് പതിവാക്കുക, പള്ളിയിൽ കയറുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം, ഒരു നിർണീത സമയം, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം പതിവാക്കുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പതിവാക്കുക, ആഴ്ചയിലൊരിക്കൽ പതിവാക്കുക. ഇങ്ങനെയുള്ള ഒരു രീതി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ ഈദാക്കലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അതുകൊണ്ടായിരിക്കാം സഹാബികൾ ഇങ്ങനെ ഖബറിനെ ഈദാക്കും വിധം ഏത് സമയവും അവിടെ കയറിയിറങ്ങുന്ന, അതിനുവേണ്ടി അത് പതിവായി ചെയ്യുന്ന, അവിടെ പോവുക എന്നുള്ളത് പതിവാക്കുന്ന ആളുകളായിരുന്നില്ല. പറയുമ്പോൾ സഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തിനെയും സലാമിനെയും അധികമാക്കിയിരുന്നവരാണ്, വർദ്ധിപ്പിച്ച് നിർവഹിച്ചിരുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഇവിടെ ഈ ഹദീസിന്റെ ലഫ്ദിൽ വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുക. ഫഇന്ന തസ്ലീമക്കും, നിങ്ങളുടെ സലാമിനെ, സലാം പറച്ചിൽ യബ്ലുഗുനി ഹൈസു ഷിഅ്തു ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും എനിക്കെത്തും എന്നാണ്. അവിടെ സല്ലു അലയ്യ, എൻ്റെ മേൽ സലാത്ത് ചൊല്ലുക. ഫഇന്ന സലാത്തക്കും എന്നുള്ളതിന് ഇവിടെ തസ്ലീമക്കും എന്നാണുള്ളത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അവിടെ സലാത്തക്കും എന്നുള്ളത് വരാതെ തസ്ലീമക്കും എന്ന് വന്നത്? ചിലർ പറഞ്ഞു സലാത്തും സലാമും എപ്പോഴും ഒന്നിച്ച് പറയുന്നതാണ്, ഒന്നൊന്നിനെ തുടർന്നാണ് സലാത്തും സലാമും നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫഇന്ന സലാത്ത സല്ലു അലയ്യ ഫഇന്ന തസ്ലീമക്കും എന്ന് പറഞ്ഞാൽ അവിടെ സലാമും ഉദ്ദേശമാണ്, സലാത്ത് ഉദ്ദേശമാണ്. അപ്പോൾ രണ്ടും മുഖാരണത്തായി വരുന്നതിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് തസ്ലീമക്കും എന്ന് വന്നത്. ചിലർ പറഞ്ഞില്ല, അവിടെ ആ തസ്ലീമക്കും എന്നുള്ളത് പിന്നെ റാവിയുടെ പിഴവാണ്. തൊട്ടു മുമ്പത്തെ ഹദീസിൽ വസല്ലു അലയ്യ ഫഇന്ന സലാത്തക്കും, അതാണ് സഹീഹായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ലഫ്ദ്, വാരിദാകേണ്ട ലഫ്ദ്. വസല്ലു അലയ്യ ഫഇന്ന തസ്ലീമക്കും എന്നുള്ളത് ഫഇന്ന സലാത്തക്കും എന്നുള്ളതാണ് അതിൻ്റെ ലഫ്ദ്. അത് റാവിക്ക് വന്ന പിശകാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ആദ്യം പറഞ്ഞതായ ആ ഭാഗം അത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ തസ്ലീമക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ ഒരു പ്രശ്നമില്ല. കാരണം സലാത്തും സലാമും ഒപ്പം
ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് എന്നതിനാൽ. ഫൈന തസ്ലീമക്കും യബ്ലുഗുനി ഹൈസു കുൻതും. റവാഹു ഫിൽ മുഖ്താറ, മുഖ്താറയിൽ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. മുഖ്താറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ഹാഫിദുൽ മഖ്ദിസിയുടെ അൽ മുഖ്താറ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥമാണ്. അൽ ഹാഫിദുൽ മഖ്ദിസിയുടെ അൽ മുഖ്താറ എന്ന് പറയുന്ന ഗ്രന്ഥം. അൽ മുഖ്താറയുടെ പ്രത്യേകത ഇമാം ഹാക്കിമിൻ്റെ മുസ്തദറക്ക് പോലുള്ള ഒരു ഗ്രന്ഥമാണ് അൽ മുഖ്താറ. അഥവാ സഹീഹുൽ ബുഖാരിക്കും സഹീഹ് മുസ്ലിമിനും അപ്പുറം സഹീഹുകളില്ലാത്ത ഹദീസുകളുടെ ക്രോഡീകരണം, അതാണ് അൽ മുഖ്താറയിൽ നിർവഹിക്കപ്പെട്ടുള്ളത്. ദറജയിൽ അത് ഹാക്കിമിൻ്റെ മുസ്തദറക്കിനേക്കാൾ മികവുറ്റ് നിൽക്കുന്ന ഗ്രന്ഥമാണ് അൽ ഹാഫിദുൽ മഖ്ദിസിയുടെ ദിയാഉൽ മഖ്ദിസിയുടെ അൽ മുഖ്താറ എന്ന് പറയുന്ന ഗ്രന്ഥം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അലാ കുല്ലിൻ, നമ്മുടെ വിഷയം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിൻ്റെ ജനാബിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷിച്ചു. ഷിർക്കിലേക്കുള്ളതായ വഴികളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ ഒരു ഹദീസും 2 അസറുകളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ അതിനെക്കുറിച്ചുള്ള ഏതാനും വിഷയങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയും കേൾക്കുകയും ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ഭാഗം വിശദീകരിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹക്കായി മനസ്സിലാക്കി തെരുമാറാവട്ടെ. അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടകന്ന് കഴിയുവാനും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.